ഹലോ ഫ്രണ്ട്സ്, മഴതോരു മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരിയെ വണ്ടിക്കകത്തുനിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് വരുവാട്ടോ. ഇങ്ങോട്ട് വാടാ, അങ്ങോട്ട്, നിനക്ക് മാത്രം എന്താടാ ഇത്ര വലിയ ഷോ കാണിക്കാനായിട്ട് എന്ന് പോലീസ് ചോദിക്കുകയാണ്. ഇങ്ങനെ അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ എല്ലാവരും അവിടെ നിൽപ്പുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു നാണക്കേടോ ഒന്നും ഹരിക്കില്ല. ഹരി എല്ലാവരും ഒന്ന് നോക്കുകയാണ്. പക്ഷേ ഹരിയും കൂടെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ രോഹിത് ആകെ തകർന്നു പോയി. അപ്പോഴാണ് പോലീസ് പറയുന്നത്, ദേ ഇവനാണ് ഇതിൻ്റെ എല്ലാം മാസ്റ്റർ പ്ലാനിങ്, എല്ലാം കൂടി ആലോചിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കൊണ്ടുവന്നത് ഇവനാണ്. ഇവന് കൂട്ടാളിയായിട്ട് ഇവന്മാരും. കൊള്ളാം സാറേ, നന്നായിട്ടുണ്ട്. രാവിലെ തുടങ്ങിയ ബർത്ത്ഡേ പാർട്ടി വൈകിട്ട് 3:30 വരെ. ഇവനൊക്കെ നാടിന് നല്ല ഒരു ശാപമാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, 18 വയസ്സ് തികഞ്ഞിട്ടില്ല ആ പെൺകുട്ടിക്കെങ്കിൽ നിൻ്റെയൊക്കെ കാര്യം പോക്കാണ്. ജാമ്യം പോലും കിട്ടില്ല. ഇനി അവിടെ കിടന്നോ, അനുഭവിച്ചോ എന്ന് പോലീസ് പറയാം. ആ സമയത്ത് DYSP അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ SIയോട് ചോദിക്കുന്നുണ്ട്, എന്തായി കാര്യങ്ങൾ, പ്രതികളെ എല്ലാവരെയും നിങ്ങൾ പിടിച്ചോ? 4 ഉണ്ട് സാറേ, 4 പേരും പിടിച്ചിട്ടുണ്ട്. എന്നാൽ എത്രയും വേഗം തന്നെ കൊണ്ടുപോക്കോ. പിന്നെ വൈകുന്നേരം റിമാൻഡിലാകത്തക്ക രീതിയിലാക്കണം. നാളെ കോടതിയിൽ ഹാജരാക്കിയാൽ മതി. അതുവരെ കിടക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ DYSPയോട് മറ്റേ SI പറയാനുണ്ട്, അതെ സാറ് ഈ നിൽക്കുന്ന ഈ രോഹിത് ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഇയാളുടെ പിതാവാണ് ഈ നിൽക്കുന്നത്. പിന്നെ സിറ്റിയിലൊക്കെ സ്വർണ്ണക്കടയും ജൗളിക്കടയും ഒക്കെ ഉള്ള ഒരാളാണ്. ഓ, നിങ്ങളാണല്ലേ, കൊള്ളാം, നന്നായിട്ടുണ്ട്. നാട്ടുകാർക്ക് കൊടുക്കാനായിട്ട് നല്ല ഒറിജിനൽ സ്വർണം, തനി തങ്കം, വീട്ടിലിരിക്കുന്നത് കരിക്കട്ട, ഇങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് നാണം കെടുത്തു കേട്ടോ. ബാലചന്ദ്രൻ ഒരു അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. ആ സമയം മുതലേ നെഞ്ചിലിങ്ങനെ ഒരു വേദന വരുവാണ്. അയാൾ ആ നെഞ്ചിങ്ങനെ തടവി അവിടെ നിൽക്കുകയാണ് കേട്ടോ. മറ്റുള്ള അലീനയും അതുപോലെ തന്നെ കൃഷ്ണയൊക്കെ നാണം കെട്ട് ഒരു എന്ത് പറയണമെന്ന് പോലും അറിയാത്ത രീതിയിലായിട്ടുണ്ട്. എന്നിട്ട് 4 എണ്ണത്തിനെയും പിടിച്ച് വലിച്ച് ആ വണ്ടിയിലേക്ക് കയറ്റുകയാണ് കേട്ടോ. പക്ഷേ രോഹിത് ഒരു വിധത്തിൽ പോണില്ല. അച്ചാന്ന് വിളിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രനെ സഹിക്കാനാവണില്ല. രോഹിത്തിനെ ആണെങ്കിൽ വലിച്ചിഴച്ച 2-3 പോലീസുകാരന്മാർ ചേർന്നിട്ട് വലിച്ചിഴച്ചാണ് കൊണ്ടുപോകുന്നത്. കാരണം രോഹിത്ത് പോകുന്നേ ഇല്ല. ആകെ തകർന്നു പോയി. അങ്ങനെ വണ്ടിയിലേക്ക് കയറിക്കുന്ന രോഹിത്തിന് എന്ത് ചെയ്യണമെന്നറിയാണ്ട് ആകെ പ്രാന്ത. പിന്നെ പോലീസുകാരൻ ചോദിച്ചു, എടാ ഇവനും കൂടെ നിൻ്റെ കൂടെ കൂട്ടല്ലേ എന്ന് ഹരിയോട് ചോദിക്കുകയാണ്. ഹരി ഉടനെ ആണെന്നും കൂടെ പറഞ്ഞു. എല്ലാം കൂടെ രോഹിത്തിൻ്റെ ഒരു പ്രാന്തായിട്ടുണ്ട്. അങ്ങനെ അവന്മാരെയും കൊണ്ട് പോലീസ് പോയി. ഈ അലീനയും പിന്നെ നമ്മുടെ കൃഷ്ണമോളും കൂടെ മുറ്റത്തേക്ക് വന്ന് ഇതൊന്ന് കണ്ട് സങ്കടപ്പെട്ട് നിൽക്കുന്നത്. അകത്തേക്ക് കയറി വന്ന് ഡോറൊക്കെ അടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അച്ഛൻ നെഞ്ചിൽ കൈവച്ച് വേദന സഹിക്കാൻ വയ്യാണ്ട് നിൽക്കുന്നത്. അയ്യോ അച്ഛ, എന്ത് പറ്റി അച്ഛന് എന്ന് പറഞ്ഞ് അലീന ഓടി വരുവാണ്. കൃഷ്ണമോൾ, അയ്യോ അച്ഛ, അച്ഛന് എന്ത് പറ്റി, എന്താ പറ്റിയേ, ഒന്ന് മിണ്ടിക്കേ, ഒന്ന് സംസാരിച്ചേ, അച്ഛനൊന്നും വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, സമാധാനപ്പെട്. എന്നിട്ടും ബാലചന്ദ്രൻ ഒരു അക്ഷരം മിണ്ടുന്നില്ല. നെഞ്ചി വേദന സഹിക്കാൻ വയ്യ. അങ്ങനെ താങ്ങി പിടിച്ച് അവിടെ സിറ്റിയിലേക്ക് കൊണ്ടിരുത്തുവാണ് 2 പേരും കൂടി ചേർന്ന് ബാലചന്ദ്രനെ. പെട്ടെന്ന് തന്നെ നമ്മുടെ അലീന പറഞ്ഞ, മോളെ ഞാൻ അച്ഛൻ്റെ ടാബ്ലറ്റ് എടുത്തിട്ട് വരാം, നീ ഇച്ചിരി വെള്ളം എടുത്തിട്ട് വാന്ന് പറയാം. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് മുഖത്തൊക്കെ തളിക്കുന്നുണ്ട്. ആ ബോധം അങ്ങോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അലീന ഓടി മേളിൽ കയറുവാണ് കേട്ടോ. കാല് തെറ്റി താഴേക്ക് വീഴാനൊക്കെ പോകുന്നുണ്ട് കോണിപ്പടിയിൽ. അത്രത്തോളം സ്പീഡിലാണ് ഓടുന്നത്. മുറിക്കകത്ത് ചെന്ന് ആ ഒരു മരുന്ന് ഗുളികയൊക്കെ എടുത്തുകൊണ്ട് താഴെ വരുവാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ബാലചന്ദ്രനെ തട്ടി ഉണർത്തിയിട്ട് പറയാം, അച്ഛ ഇത് നാക്കിനടിയിൽ വെക്കേണ്ട മരുന്നാണിത്, പെട്ടെന്ന് തന്നെ ഇത് വെച്ചോ, വാ തുറക്ക അച്ഛ, വാ തുറക്ക. അങ്ങനെ ബാലചന്ദ്രൻ്റെ വായിലേക്ക് അത് വെച്ച് കൊടുക്കുന്നതിനിടയിൽ കൂടെ തന്നെ വെള്ളം വീണ്ടും വെച്ച് തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി അച്ഛന് CPR വല്ലതും കൊടുക്കണോ? അലീന പെട്ടെന്ന് കഴുത്തിലെ ഞരമ്പുകളിലേക്ക് കൈവച്ച് നോക്കുകയാണ്. അവിടെ മിടിപ്പുണ്ട്. കുഴപ്പമില്ല മോളെ, CPRൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ആംബുലൻസ് വിളിക്കാം. അങ്ങനെ ആംബുലൻസ് ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട്. ഇത് നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്ര മേനോൻ്റെ വീടാണ്. പെട്ടെന്ന് ഇവിടെ ഒരു ആംബുലൻസ് അയക്കണമെന്ന്. അങ്ങനെ ആംബുലൻസ് അയക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നു. വരാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് അലീന പറഞ്ഞ, അച്ഛനെ ഞാൻ നോക്കിക്കോളാം, മോളെ അപ്പുറത്ത് ഡോക്ടർ ശർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് വരാമോ എന്ന്. കൃഷ്ണമോൾ ഓടി പോവാട്ടോ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് ഓടി വന്നിട്ട് പറയാം, അലീന ചേച്ചി ഡോക്ടർ അവിടെ ഇല്ല, ഹോസ്പിറ്റലില്ല. അയ്യോ ദൈവമേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വിഷമിക്കാതെ മോൾ, വിഷമിക്കാതെ, നമ്മൾക്ക് ഇപ്പോൾ തന്നെ ആംബുലൻസ് വരുമല്ലോ, പേടിക്കാതെ. അങ്ങനെ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാണ്. നെഞ്ചിങ്ങനെ തടവി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അലീന. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ മയക്കത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി വെള്ളം കൊണ്ട് മുഖത്തേക്ക് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ആംബുലൻസ് അവിടെ എത്തുവാണ്. നമ്മൾ ഓടിപ്പോയി പറഞ്ഞ, അച്ഛൻ അങ്ങോട്ടാണ് ഇരിക്കുന്നത്, നിങ്ങൾ സ്ട്രെച്ചർ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളെ. അങ്ങനെ ഒരു സിസ്റ്ററും മറ്റുള്ളവരും ഓടി ചെന്ന് എല്ലാവരും കൂടി ചേർന്ന് ബാലചന്ദ്രനെ അതിലേക്ക് എടുത്താണ് കേട്ടോ. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. ബബിതയാണെങ്കിൽ മുറിക്കകത്ത് നനങ്ങിയിട്ട് പോലും ഇല്ല. അപ്പോൾ
ഇതെല്ലാം കഴിഞ്ഞിട്ട് അലീന വന്ന് കൃഷ്ണമോളോട് പറയാം, മോളെ മോള് പേടിക്കണ്ട, അച്ഛൻ്റെ കൂടെ ഞാൻ പോവാം, മോളിവിടെ കാണണം, ഇന്ന് മോള് സ്കൂളിലേക്കൊന്നും പോകണ്ട, ബബിതയോടും പറയണം കോളേജിലേക്കൊന്നും പോകരുതെന്ന്, പിന്നെ എന്തെങ്കിലും കാരണത്താൽ ആരെങ്കിലും വന്ന് വിളിക്കുകയോ ഡോറ് തട്ടുകയോ എന്തെങ്കിലും ചെയ്യുകയോ എന്ത് പ്രശ്നം മുറ്റത്ത് നടന്നാലും ഒരു കാരണവശാലും ഡോറ് തുറക്കരുത്, നിങ്ങളകത്ത് തന്നെ ഉണ്ടാവണം, ഞാൻ ചെന്നുടനെ വിളിക്കാം. എന്താ അലീന ചേച്ചി ഇങ്ങനെ പറയണേ, പേടിയാവുന്നു. പേടിക്കണ്ട, കാര്യങ്ങൾ ഞാൻ മുൻകൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ ഞാൻ ചെന്നിട്ട് വിശദമായിട്ട് വിളിച്ച് പറയാം, തൽക്കാലം മോളകത്ത് ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടോ പോട്ടെ. അങ്ങനെ അലീന ആ ആംബുലൻസ് കയറി അവരുടെ കൂടെ പോവാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് എമർജൻസി ആയിട്ട് പെട്ടെന്നൊരു ഡോക്ടർ വരുന്നുണ്ട്, ചെക്കപ്പ് ചെയ്യാൻ തുടങ്ങുവാണ്. അപ്പോഴാണ് സിസ്റ്റർ പറയുന്നത്, ഇത് വേറൊരു ഡോക്ടറിൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു, അപ്പോൾ ആ ഡോക്ടറിനെ ഒന്ന് ഫോൺ ചെയ്ത് പെട്ടെന്ന് വിളിക്കുമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അയാളെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം വരുവാണ്. വന്നുകൊണ്ട് എല്ലാവരോടും പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞിട്ട് പൾസും ഒക്കെ നോക്കുകയാണ് ഡീറ്റെയിൽ ആയിട്ട്. അവിടെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ആക്കുന്നുണ്ട് ബാലചന്ദ്രനെ. ഇതിനിടയ്ക്ക് വെച്ച് കൃഷ്ണമോൾ ആകെ പേടിച്ചിട്ട് മനുവിനെ വിളിക്കുകയാണ്. മനു ഒന്നും രണ്ടും പ്രാവശ്യം വിളിച്ചിട്ടും കോൾ എടുക്കില്ല, ഡ്രൈവിങ്ങിലാണ് കേട്ടോ. മൂന്നാമത്തെ കോള്, ദൈവമേ ഈ മനുവേട്ടൻ ഒന്ന് ഫോൺ എടുത്തെങ്കിൽ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചിട്ട് എടുക്കുമ്പോൾ മനു ഫോൺ എടുക്കുകയാണ്. എന്താ മോളെ കാര്യം? അയ്യോ മനുവേട്ടനപ്പോൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ചിലതൊക്കെ അറിഞ്ഞു, പോലീസ് വന്ന് ഹരിയെ പൊക്കിക്കൊണ്ട് പോയി എന്നൊക്കെ ഞാൻ അറിഞ്ഞു, അമ്മ വിളിച്ച് പറഞ്ഞു, അത്രേ അറിഞ്ഞുള്ളൂ. എന്താ അവിടെ എന്താ പ്രശ്നം? ഇവിടെ വന്നു പോലീസുകാർ, രോഹിത്തേട്ടനെ പിടിച്ചിട്ട് പോയി. രോഗിയോ? അവനെ പിടിച്ചുകൊണ്ട് പോയോ? അപ്പോൾ ഇവന്മാരെ കൂട്ടത്തിൽ അവനും ഉണ്ടോ? ഈശ്വര, എന്തൊക്കെ ഈ കേൾക്കുന്ന ഇവന്മാർ എന്തൊക്കെയാണ് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, പോലീസുകാരെ ഏട്ടനെ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് അച്ഛന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു. എന്നിട്ട് എന്ത് പറ്റി? അങ്ങനെ അലീന ചേച്ചി നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്തു. അലീന ചേച്ചി പെട്ടെന്ന് തന്നെ ഒരു ആംബുലൻസ് വിളിച്ചു, അതിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആശുപത്രിയില്ല, സിറ്റി ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ മോളെ വിഷമിക്കാതെ പേടിക്കാതെ. അല്ല മനുവേട്ടാ, അമ്മ ഹോസ്പിറ്റലിൽ, അച്ഛനും ഹോസ്പിറ്റലിൽ, ഏട്ടൻ പോലീസ് സ്റ്റേഷനിലേക്ക്, ഞാനും ബബിത ചേച്ചി മാത്രമുണ്ട്, അലീന ചേച്ചി പോലും ഇവിടെ ഇല്ല. ഞങ്ങൾ എന്നെ എടുക്കാനാ? മോളെ നീ പേടിക്കില്ലേ, വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. ഞാൻ അങ്ങോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജോലിയും കഴിഞ്ഞ് വരുന്ന നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം, ഇല്ലെങ്കിൽ അങ്ങോട്ട് വരാം. ഞാൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. നീ ഒന്നുകൊണ്ടും പേടിക്കാത്ത സമാധാനമായിട്ട് ഇരിക്കുക, പേടിക്കണ്ട കേട്ടോ. അങ്ങനെ ഫോണ് കൃഷ്ണമോളോട് പറയുന്നത് പേടിക്കണ്ടെന്ന്. ആ സമയത്ത് കൃഷ്ണമോൾ വീണ്ടും ടെൻഷനാണ്. ആദ്യം കയറി ഇങ്ങനെ നടക്കുമ്പോൾ ബബിത പതിയെ ഇറങ്ങി വരുവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നത്, എന്തിനാടി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണം, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ചേച്ചി എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? ഇനി കാര്യത്തിൻ്റെ ഗൗരവം ചേച്ചിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലേ? പിന്നെ എന്നും പറഞ്ഞ് ബബിത അങ്ങോട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് അലീന വീണ്ടും വിളിക്കുന്നുണ്ട് കൃഷ്ണമോളെ. കൃഷ്ണമോൾ ഓടിപ്പോയി ആ ഫോൺ എടുക്കുകയാണ്. ചേച്ചി എന്തായി കാര്യങ്ങൾ? മോളെ ഇവിടെ അച്ഛനെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റാക്കി. അച്ഛനെ ബോധം തെളിഞ്ഞോ ചേച്ചി? ബോധമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്, കണ്ണൊക്കെ തുറന്നു. പിന്നെ അച്ഛന് വിഷമിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ കാര്യം അതെല്ലാം ഞാൻ ഏറ്റുള്ളാന്നും പറഞ്ഞിട്ടുണ്ട്. മോളൊന്നും പ്രയാസപ്പെടാതെ ഞാൻ എത്രയും വേഗം വരാട്ടോ. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ആര് വന്ന് തട്ടിയാലും എന്തെങ്കിലും ചോദിച്ചാലും ഒന്നും ഡോറ് തുറക്കാനും സംസാരിക്കാനും നിങ്ങൾ പോകണ്ട കേട്ടോ, അച്ഛന് കുഴപ്പമൊന്നും വരില്ല, സമാധാനപ്പെട്ടിരിക്കുക എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മനു നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോഴത്തേന് ആദ്യം അങ്കിളിനെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുവാണ്. എന്നിട്ട് പറഞ്ഞ്, ഞാൻ അന്നേ പറഞ്ഞതാ ഹരിയോട് കൂട്ടുകൂടരുത്, അവൻ രോഹിത്തിനെ ചതിക്കുമെന്ന്. ഇപ്പോഴേ അങ്ങനെ ആയില്ലേ? അത് മാത്രമല്ല മനുവേട്ടാ, എന്തൊക്കെ തന്നെയായാലും മനു വരുന്നില്ല കേട്ടോ, ഫോണിൽ കൂടെയാണ് സംസാരിക്കുന്നത്. അപ്പം അലീനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് കാര്യങ്ങൾ പറയുന്നത്. ഇനി ഒരു പക്ഷേ രോഹിത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കണം. രോഹിത് എന്ന് മാത്രമല്ല, ഹരിയായാലും ആരായാലും ഇതുപോലൊരു ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രോഹിത്തിനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കണം മനുവേട്ട. കാരണം രോഹിത്ത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അവൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവൻ കൂടുതലായിട്ടൊന്നും സംസാരിച്ചിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ വിശദമായിട്ട് അവനോട് ചോദിച്ചാൽ കാര്യങ്ങളും സത്യാവസ്ഥകളും അറിയും. അതുമാത്രമല്ല, ഈ പെൺകുട്ടിയെ നമുക്കൊന്ന് പോയി കാണുക, അപ്പോൾ കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ. ഇതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ലല്ലോ അല്ലേനെ, അല്ലെന്ന് എനിക്കും അറിയാം മനുവേട്ടാ. എന്നാലും ഇതുപോലൊരു പ്രവൃത്തി ചെയ്യാൻ ഇവന്മാർക്ക് എങ്ങനെ തോന്നിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മനു നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കമല ഈ കാര്യങ്ങൾ അങ്ങോട്ട് പറയാം കേട്ടോ. ഹരിയെ ന്യായീകരിച്ച് സംസാരിക്കുമ്പോൾ മനു പറഞ്ഞത്, മിണ്ടിപ്പോവരുത് നിങ്ങൾ, ഒരൊറ്റ അക്ഷരം. നിങ്ങളൊറ്റ ഒരുത്തിയാണ് ഹരിയെ ഇത്രത്തോളം ആക്കിയത്. അവൻ എല്ലാ വകത്തിരിവും വഷളും സമ്മതിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു പെങ്കൊച്ചിന് പറയാൻ തന്നെ അറപ്പാവുന്നുണ്ട്. അവനും ഇല്ലേ ഇതേപോലൊരു വീട്ടിൽ? നിങ്ങൾക്കില്ലൊരു മകൾ ഇവിടെ അതേ പ്രായത്തിൽ? എങ്ങനെ തോന്നി അവന്? കൂട്ടാളികളെയും വിളിച്ചും കൊണ്ട് കള്ളവും പറഞ്ഞ് കൊണ്ടുപോയി കിടക്കട്ടെ, അവൻ കിട്ടണം. കുറേ കാലം കിടന്നാലേ അവൻ അനുഭവിക്കത്തുള്ളൂ. അപ്പോൾ തന്നെ ഉടനെ
അവിടെ നശിപ്പിക്കുന്നത് രോഹിത്താണെന്നുള്ള രീതിയിലാണ് കമലയുടെ സംസാരം ഭാവവും കേട്ടോ. പക്ഷേ മനു കൊടുക്കുന്നുണ്ട്. മനുവിൻ്റെ ഓരോ മൂർച്ചയേറിയ സംസാരത്തിലും നമ്മുടെ കമല വിറച്ച് നിൽക്കുകയാണ്. അതുപോലെ കാര്യങ്ങളെല്ലാം ശിവേട്ടനെ വിളിച്ചറിയിക്കുന്നുണ്ട്. ഗൾഫിലിരിക്കുന്ന ശിവേട്ടൻ ആകെ തകർന്നു പോയി. തൻ്റെ മകൻ അതും ഒരു പീഡന കേസിൽ പ്രതിയായി ജയിലിലേക്ക് പോവുകയാണെന്നറിയുമ്പോൾ അയാളും ആകെ ഇതായി പോവുകയാണ് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ കുടുംബം കലങ്ങിയിട്ടുണ്ട്. അവിടെയും അതുപോലെ തന്നെ നെടുമ്പുരയ്ക്കിലാണെങ്കിലും അതുപോലെ തന്നെ കടപ്പാട്ടും കൊല്ലപ്പള്ളിയും ആകെ ആടി ഉലഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. പക്ഷേ ബാലചന്ദ്രന് വന്ന് അലീനെ കണ്ടിട്ട് പറയാം, അച്ഛൻ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, ടെൻഷൻ ആവേ ചെയ്യരുത്, ഈ ഒരു കാര്യം അച്ഛൻ എനിക്ക് വിട്ടേക്ക്, ഞാനിത് കാര്യം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തോളാം, അച്ഛൻ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ബാലചന്ദ്രന് നല്ലൊരു ഉപദേശമൊക്കെ നമ്മുടെ അലീന സ്നേഹത്തോടു കൂടി കൊടുക്കുക കേട്ടോ. കാരണം അച്ചാക്ക് ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ബാലചന്ദ്രന് വളരെ കെയർ ചെയ്യേണ്ടത്. അലീനയുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ട് പൂർണ്ണ ഉത്തരവാദിത്വം അലീന തന്നെ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് മനുവിനോട് ചേർന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഒരു പക്ഷേ രോഹിത് തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ ഈ കേസിൽ നിന്നും രോഹിത്തിനെ വീട്ടിച്ചെടുക്കാൻ വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്